ഹായ്, നമുക്കിന്നൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം. ചോക്ലേറ്റ് കേക്ക് എന്ന് പറയുമ്പോൾ പല ഡിസൈനിലുള്ള നിറയെ വെറൈറ്റീസ് ഉണ്ട് അല്ലേ? പക്ഷേ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു റഫ് ലുക്കുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മൾ 1.5 കപ്പ് കേക്ക് ആൻഡ് പേസ്ട്രി ഫ്ലവർ ഇതിലേക്ക് നമുക്ക് സിഫ്റ്റ് ചെയ്തിടാം ഒരു ബൗളിലേക്ക്. നിങ്ങളുടെ വീട്ടിൽ കേക്ക് ആൻഡ് പേസ്ട്രി ഫ്ലവർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, സാധാരണ ഓൾ പർപ്പസ് ഫ്ലവർ ഉപയോഗിച്ചാൽ മതി. മൊത്തം 1.5 കപ്പ് കേക്ക് ആൻഡ് പേസ്ട്രി ഫ്ലവർ ഞാൻ ഇട്ട് കൊടുത്തു. ഇതിലേക്ക് 1.25 കപ്പ് ഫൈൻ ഷുഗർ ഇട്ട് കൊടുക്കണം. നിങ്ങൾ ഷുഗർ പൊടിച്ചിട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് 1/2 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത്ര ഇൻഗ്രീഡിയൻസ് നമുക്കിതിലേക്ക് സിഫ്റ്റ് ചെയ്തിടാം. ഇതിലേക്ക് നമ്മൾ ഒരു 115 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കണം. ഞാനിത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് ലോയിലിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത്രയും മതി. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ലോണം മിക്സായി, പിന്നെ ബട്ടറിൻ്റെ ലംസ് ഒന്നുമില്ല. ഇനി നമുക്ക് ഒരു ഗ്ലാസ് ജാർ എടുക്കാം. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് സ്ട്രോങ് കട്ടൻ കാപ്പി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെനില എസൻസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് നമ്മുടെ ഡ്രൈ മിക്സ്ചറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ബ്ലെൻഡ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് 2 മുട്ട അടിച്ചെടുക്കാം. ഇത് നമ്മുടെ ബ്ലെൻഡറിലേക്ക് നമുക്ക് മെല്ലെ ഒഴിച്ചു കൊടുക്കാം. എഗ്ഗും കൂടെ മിക്സായ ഉടനെ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനുള്ള ട്രേസ് റെഡിയാക്കാം. ഞാൻ ഇതുപോലത്തെ 8 ഇഞ്ചിൻ്റെ 2 ബേക്കിംഗ് ട്രേ ആണ് ഇപ്പോൾ ബട്ടർ തേച്ച് കൊടുക്കുന്നത്. ഇനി ഞാൻ മൈദ വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുവാണ്. ഞാൻ പാർച്ച്മെൻറ്റ് പേപ്പർ നമ്മുടെ ബേക്കിംഗ് ട്രേയുടെ വലുപ്പത്തിൽ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തു. അത് നമുക്ക് താഴേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഞാൻ കാണിച്ച പോലെ മൈദ വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുത്തേ. ഇനി നമുക്ക് ഈക്വൽ എമൗണ്ട് 2 ബേക്കിംഗ് ട്രേയിലേക്കും ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോകാൻ വേണ്ടി. അത്രേ ഉള്ളൂ. നമുക്കിനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. അവൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 170 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളിത് 30 മിനിറ്റ് വെച്ച് ബേക്ക് ചെയ്യാൻ പോവാണ്. കേക്ക് ബേക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ഫ്രോസ്റ്റിംഗ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാൻ നമ്മുടെ ഇതിന് മുന്നേ ഉള്ളൊരു റെസിപ്പിയിൽ ഇട്ട പോലെ ഡബിൾ ബോയിലർ മെത്തേഡിൽ നമുക്ക് ചോക്ലേറ്റ് ചിപ്സ് മെൽറ്റ് ചെയ്തെടുക്കാം. ഇത് സെമി സ്വീറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ചിപ്സ് ആണ്. 400 ഗ്രാമാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് ലൈറ്റായിട്ട് ഇളക്കി കൊടുക്കുവാണ്, ഒന്ന് നല്ലതായിട്ട് മെൽറ്റായി കിട്ടാൻ. ഈ സമയം കൊണ്ട് നമുക്ക് വേറൊരു ജാറിലേക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് 1.25 കപ്പ് വിപ്പിംഗ് ക്രീം ഒരു ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റ് ചിപ്സൊക്കെ നല്ലോണം അലിയുന്ന വരെ ഞാനൊന്ന് ഇളക്കി കൊടുക്കുവാണ്. ഇപ്പം ചിപ്സ് എല്ലാം നല്ലോണം അലിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആയി. ഇത്രയും മതി. ഞാനിനി സ്റ്റവ് ഓഫ് ചെയ്യുവാണ്. വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിലേക്ക് നമ്മൾ 1/2 കപ്പ് സവർ ക്രീം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഈ മെൽറ്റായ ചോക്ലേറ്റ് ഒരു വലിയ മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ വേണമെങ്കിൽ വലിയൊരു ബൗളിൽ തന്നെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്താൽ മതിയേ. ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഈ ഒരു ബൗളേ കണ്ടുള്ളൂ. അപ്പം ഞാനിത് ചോക്ലേറ്റ് ഇതിൽ മെൽറ്റ് ചെയ്തിട്ട് ഇനി ഞാൻ ഒരു വലിയ മിക്സിംഗ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ചൂടോടി തന്നെ. ഇത് ചൂടായിരിക്കുമ്പോൾ തന്നെ ഞാനിതിലേക്ക്
വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് സവർ ക്രീം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ വെനില എക്സ്ട്രാക്റ്റ്. അപ്പോൾ വിപ്പിംഗ് ക്രീമും സവർ ക്രീമും 1 പിഞ്ച് ഉപ്പും പിന്നെ വെനില എസൻസും ഇത്രയെല്ലാം കൂടെ നമ്മുടെ മെൽറ്റഡ് ചോക്ലേറ്റിലേക്ക് ഞാൻ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മളിത് കുറച്ച് നേരം അനക്കാതെ വെക്കുക. അപ്പോൾ അത് തിക്കായിട്ട് വരും. അങ്ങനെ നമ്മുടെ ഫ്രോസ്റ്റിങ് റെഡിയാവും. നമ്മുടെ കേക്ക് 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ റെഡിയായി. നമുക്കിനി അത് പുറത്ത് തണുക്കാൻ വെക്കാം. ഞാനിപ്പോൾ കേക്ക് അവനിൽ നിന്ന് എടുത്തിട്ട് ബേക്കിംഗ് ട്രേയിൽ തന്നെ ഒരു 30 മിനിറ്റ്സ് വെച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരത്തേക്ക് പുറത്തെടുത്ത് വെച്ചു, ഒന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ഫ്രോസ്റ്റിങ് ഞാൻ റൂം ടെമ്പറേച്ചറിൽ അത് തണുക്കാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ട് എടുത്തതാണിത്, തിക്കാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ പാച്ച്മെൻറ്റ് പേപ്പർ എടുത്ത് കളയാം. നമ്മുടെ ചോക്ലേറ്റ് ഫ്രോസ്റ്റിങ് ഒരു കേക്കിൻ്റെ മുകളിലേക്ക് ഞാൻ ലാവിഷായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കൊന്ന് ലെവൽ ചെയ്യാം. ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് അടുത്ത കേക്ക് കൂടെ വെച്ച് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഈ ടോപ്പ് ലെയർ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ട്രിം ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വളരെ ബേസിക് ആയിട്ടൊരു റഫ് ലുക്കുള്ള ഒരു കേക്കാണ് ചെയ്യുന്നത്. ഞാൻ ഇതിൻ്റെ പുറത്ത് തന്നെ ഫ്രോസ്റ്റിംഗ് ഇട്ട് കൊടുക്കുകയാണ് തിക്കായിട്ട്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് റെഡിയായി. ഭയങ്കര ഡിസൈനൊക്കെ ഇഷ്ടമുള്ളവർ നമ്മൾ ഈ ഫ്രോസ്റ്റിംഗ് തേച്ച് കഴിഞ്ഞിട്ട് അത് ലെവലാക്കി ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം. പക്ഷേ ഞാൻ ഇപ്രാവശ്യം ഇതുപോലെ തന്നെ നമ്മൾ ഫ്രീസ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂറോളം ഫ്രീസ് ചെയ്യാം. എന്നിട്ടേ ഇത് കട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണിത്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്കുകാരൻ കിച്ചൺ ചുറ്റിപ്പറ്റി നിൽപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. ബൈ.